നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. കോട്ടക്കൈ ഇരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ. അല്ല, അതെ, ഞാനാ. ജോസഫ് കോട്ടക്കൈ. ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. അതെ, ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഉവ്വ. കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കോട്ടക്കൈ. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരായിരുന്നു ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് നല്ല മനുഷ്യനാണ്. ആ, പിന്നൊരു കാര്യമുണ്ട്. മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി ചങ്ങല, ചങ്ങല സ്വാമി, ചങ്ങല കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാടാ പട്ടി. അത് ശരി. നീയൊക്കെ ഇവിടെ വീടാന്നിരിക്കും വാടക താമസിക്കാത്ര? അല്ല, അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയെന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി. അല്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞങ്ങൾ മാറിക്കോളാന്നു. ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ ഇതെന്തൊരു പാടായത്. ഇനി ഇവിടെ തങ്ങിയ വട്ടപ്പള്ളി വെട്ടു, ഇവിടുന്ന് ഇറങ്ങിയ ഇരുമ്പ് വെട്ടു. ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, ആരുടെ കൈ കൊണ്ട് മരിക്കണം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? താൻ അതിൽ ഇടപെടേണ്ട കാര്യം. സ്വാമിക്ക് നോക്കി നടന്നൂടെ? ഇവിടെ മനുഷ്യൻ വഴി നടക്കുന്നിടത്താണോ കയറുകൊണ്ട് കെട്ടുന്നത്? അഴിച്ചു വിടണോ? ഞാനല്ല കെട്ടിയത്. താൻ കെട്ടിയാലേ അഴിച്ചു വിടണോ? അഴിച്ചു വിടണോ? പട്ടറിൽ പൊട്ടനില്ലാന്ന് ആരാ പറഞ്ഞേ? ഇതന്നെയല്ലേ ഈ പൊട്ടന്മാര്. പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തേക്ക് വേണ്ടട്ടോ. എന്താ? ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത്? എന്താ? എന്റെ പശുവിനെ ആരാ അഴിച്ചു വിട്ടതെന്ന്? പശുവിനെ അഴിച്ചു വിട്ടോ? ആര് പശുവിനെ അഴിച്ചു വിട്ടു? ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടതെന്ന്. പശുവിനെ അഴിച്ചു വിട്ടു. അതെ, പശുവിനെ കെട്ടേണ്ട തൊഴുത്തില്ല, അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്നിടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട. വേഗം പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. അതെന്താ പശുവിന് പാലാ കൊടുക്കണേ? ചിരിക്കുന്നു. അല്ലാതെ പിന്നെ കരയണോ? കളിക്കാണ്ട് പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടോടെ. ഇങ്ങനാണോ പശുവിനെ വളർത്തണത്? നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ. എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ. ദേ കടിച്ച ചവിട്ട് ഇഞ്ച പോലെ ആക്കിയേക്കണു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കടി. ദേ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത്. എടി, മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങിത്തന്നോ? ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. അത് എന്നോടല്ല, ദേ ഇവരോട് ചോദിക്കേ. ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത്. അത് ശരി. ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ? അതെ, പശുവിന് വല്ലപ്പോഴൊക്കെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നെന്ന് വരും. അതുകൊള്ളാം. ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത്. വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പ്രശ്നമാവും. പറഞ്ഞേക്കാം. എന്തിനാ പുതിയത്? ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്താ പോരെ? റിപ്പയർ ചെയ്ത് താൻ തന്നെ ഇട്ടോ. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ. മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത്. അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പിന്നെ എന്ത് കാണാനാ? ഇങ്ങോട്ട് മാറിയിടുന്നേ. എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. മാറോടെ.
വേണ്ട 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 ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പുതിയ ചുരിദാർ. ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും. എനിക്കല്ല, എന്റെ മോൾക്ക്. അതെ മൾക്ക് തന്നെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇങ്ങോട്ടാണോ? ഇതും കൊണ്ടുപോയേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും താമസിക്കുന്നില്ല. പറഞ്ഞേക്കാട്ടെ. വാടി ചേട്ടൻ ഇങ്ങോട്ട് വാടി. അപ്പോഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? പോയാലെന്താ? എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം പശു എന്താ ഉണ്ടാക്കി നാട് വിട്ട് പോയിരിക്കാ? അത് തിരിച്ചു വന്നോളൂ. പറയേ. ദേ അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ. അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും. ജോസഫേ വന്നേ. എന്തിനാടോ പശുവിനെ അഴിച്ചു വിട്ടത്? സ്വാമി പറഞ്ഞിട്ടല്ലേ ഞാൻ ഞാൻ പശുവിനെ പറഞ്ഞാൽ ഉടനെ അഴിച്ചു വിടും അല്ലേ? അഴിച്ചു വിടും. എന്തൊരു അനുസരണ. ഇവിടെ ആ ദേ നിക്കണു ദേ. പോയി പിടിച്ചോണ്ട് ഓ, വേണം. അതെ പശുവിനെ പിടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. സ്വാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. നീ പാടി. അയ്യോ സ്വാമി, പശു സ്വാമി തപ്പി മറിച്ചാട്ടായിരുന്നത്. നേരെയാക്കിയിട്ട് ഓടി പശു അയ്യോ ദേ വട്ടപ്പിളി ഓടി വായോ. വട്ടപ്പിളി ഓടിന് വീടിന് വീട് ഓടി വായോ. എല്ലാരും ഒന്ന് ഓടി വന്നേ. വേഗം വാ. ദേ വട്ടപ്പിളി വീട് കിടക്കുന്നേ. ഓടി വാ. എല്ലാരും കൂടി നോക്കി കാണുന്നു. പൊക്കിയെടുത്തേ. സ്വാമി ആള് വടിയാ ഇന്ന് തോന്നണേ. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ലേ. അതിന്റെ